ഹായ്! അനിയത്തിൻ്റെ ഹെയർ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഇതേപോലത്തെ കേളി ഹെയർ ആണ് അനിയത്തിയുടേത്. കുറച്ചൊരു ഫ്രിസി ഡാമേജ്ഡാണ്. അപ്പോൾ അവിടെ പോയപ്പോൾ അവർ കൺസൾട്ട് ചെയ്തപ്പോൾ പറഞ്ഞത് കെറാസ്മൂത്ത് ചെയ്താൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ കെറാസ്മൂത്ത് ട്രീറ്റ്മെൻ്റ് ആണ് ഈ കാണുന്നത്. ആദ്യം തന്നെ ഷാമ്പൂ വാഷ് ചെയ്തു. എന്നിട്ട് ഡ്രൈ ചെയ്തിട്ട് ഇതിനെ ശരിക്കുള്ള ടെക്സ്ചർ കാണിച്ചു. ഇതാണ് അവളുടെ മുടീൻ്റെ ടെക്സ്ചർ. എന്നിട്ട് പിന്നെ ഈ 2 തരം ക്രീം ഉണ്ടായിരുന്നു. ഏത് ബ്രാൻഡാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ആദ്യത്തെ ക്രീം ഇടും. എനിക്ക് തോന്നുന്നു അതാണ് കറക്റ്റ് സ്ട്രെയിറ്റ് ആക്കുന്നത്. അപ്പോൾ ആ ക്രീം പുരട്ടി ഇതേപോലത്തെ പ്രോസസ്സായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഷാമ്പൂ വാഷ് ചെയ്ത് കളഞ്ഞിട്ട് അത് ഡ്രൈ ചെയ്ത് വീണ്ടും ഒരു ക്രീം അപ്ലൈ ചെയ്യും. രണ്ടാമത്തെ ക്രീം. അങ്ങനെ ഈ 2, 3 പ്രോസസ്സ് ഉണ്ടായിരുന്നു. ഞാനൊക്കെ കെരാട്ടിൻ ചെയ്ത ടൈം ജസ്റ്റ് ഒരു ക്രീം ചെയ്തു, വാഷ് ചെയ്ത്, സ്ട്രെയിറ്റ് ചെയ്തു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പക്ഷേ ഒരു 4, 5 മണിക്കൂർ എടുത്തു. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രീം ചെയ്ത് ഷാമ്പൂ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്തപ്പോൾ ഉള്ള ലുക്കാണിത്. ഇതിന് ശേഷം ഒരു ക്രീം കൂടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്ലൈ ചെയ്യുന്ന മുമ്പിൽ എനിക്ക് തോന്നുന്നു അയൺ ചെയ്യുന്നുണ്ട്. അയൺ ചെയ്യുമ്പോഴാണ് കറക്റ്റ് ആ ബോണ്ട് ഒന്ന് സ്ട്രെയിറ്റ് ആയി കിട്ടുന്നത്. ഇതൊരു ആക്ച്വലി ഒരു സ്മൂത്തനിങ് ടൈപ്പ് ഹെയർ ട്രീറ്റ്മെൻ്റ് ആണ്. ലൈക്ക് നാച്ചുറൽ ഹെയർ അല്ല, ഈ ഒരു സ്ട്രെയിറ്റ് ലുക്ക് ആയിരിക്കും. അപ്പോൾ അതിന് ശേഷം ആണ് ഈ ന്യൂട്രലൈസിങ് ക്രീം അങ്ങനെ എന്തോ ആണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് കഴിഞ്ഞിട്ട് വീണ്ടും വാഷ് ചെയ്ത് ഡ്രൈ ചെയ്യുമ്പോൾ നമ്മൾ കറക്റ്റ് കെറാസ്മൂത്തിൻ്റെ ലുക്ക് കാണാൻ പറ്റും. കണ്ണൂർ താവക്കര ബോധിസ് സലൂൺ എന്നാണ് നമ്മൾ ചെയ്തത്. എനിക്ക് തോന്നുന്നു പ്രൊഡക്ട്സ് ഇൻക്ലൂഡഡ് 13K സംതിങ് ആയിട്ടുണ്ട്. 8K എന്തോ ഒരു ഓഫർ ഉണ്ട്. 8K സംതിങ് ആണ് കെറാസ്മൂത്തനിങ്. സോ കണ്ടില്ലേ, ഫൈനൽ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല മാനേജബിൾ ആയിരുന്നു.